ഓക്കെ. അപ്പോൾ നമ്മളിന്നൊരു ഔട്ടിങ്ങിന് പോവാണ്. എങ്ങോട്ടാണെന്ന് വീഡിയോ കൂടെ കാണാം. ആദ്യമേ കുറച്ച് ദിവസം കൊണ്ട് പറയുകയാണ് അമ്മ മെട്രോയിൽ കയറിയിട്ട് ലുലു മോളിൽ പോകാമെന്ന്. നോർമലി എപ്പോഴും ലുലു മോളിൽ പോയാലും പറയും നമുക്ക് മെട്രോയിൽ കയറി പോകണം ഒരു ദിവസം ഒന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും അതങ്ങ് സാധിച്ചു കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വണ്ടിയെടുത്ത് ആലുവ മെട്രോ സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ലുലുവിലേക്ക് ടിക്കറ്റ് എടുക്കുകയാണ്. നമ്മൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ആലുവ മെട്രോ സ്റ്റേഷനിൽ എത്തി നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ്. അപ്പോൾ 40 രൂപയാണ് ആലുവ ഇടപ്പള്ളിക്ക് 40 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ടിക്കറ്റ് എടുത്തു. ദേ സ്റ്റേഷനിലെത്തി. ഇനിയും ട്രെയിൻ വരുന്നു. അപ്പോൾ ഒരു ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് അടുത്ത ട്രെയിനിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. കാരണം 2 മിനിറ്റ്സ് ട്രെയിൻ ഇവിടെ ഉണ്ട്, മെട്രോ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ലുലുവിൻ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോൾ ലുലുവിൻ്റെ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങണ്ട, നമ്മുടെ മെട്രോ സ്റ്റേഷനിലുള്ളിൽ നിന്ന് തന്നെ നമുക്ക് ലുലുവിലേക്ക് ഇറങ്ങാൻ എൻട്രൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അതുവഴി ലുലുവിലേക്ക് എൻട്രി ഉണ്ട്. അപ്പോൾ ഇതേ കണ്ട്, ഇതാണ് ആ ലുലുവിലേക്കുള്ള എൻട്രി. സ്റ്റേഷനിൽ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ലുലുവിലേക്കുള്ള എൻട്രിയാണിത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ലുലുവിൽ മുകളിൽ പോയിട്ട് ഒരു ഷേക്കാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. കാരണം ക്ഷീണിച്ച് ഷേക്കൊക്കെ കുടിച്ചിട്ട് ഇനി ആദിച്ചൻ എങ്ങോട്ടാന്ന് വെച്ചാൽ അവൻ്റെ ഫണ്ടൂരിയിലേക്കാണ് ഇന്നത്തെ യാത്ര. കാരണം നമ്മൾ ഇന്ന് പർച്ചേസിനായിട്ടല്ല ലുലുവിൽ വന്നേക്കുന്നത്. ഇന്ന് അദ്ദേഹം പറയുകയാണ് ഇനി ഫണ്ടൂരിയിലേക്ക് പോവാണെന്ന്. അപ്പോൾ ഷേക്കാണ്. ഷേക്ക് കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫണ്ടൂരിയിലേക്ക് പോവാം. ഇനിയും ഫസ്റ്റ് ടിക്കറ്റ് നമ്മുടെ കാർഡുണ്ട്, ഫണ്ടൂര കാർഡുണ്ട് നമുക്ക്. അപ്പോൾ അത് നമുക്ക് റീചാർജ് ചെയ്യണം. ആദ്യം ഫസ്റ്റ് എത്ര ബാലൻസ് ഉണ്ടെന്ന് അതിൽ നോക്കിയിട്ട് നമുക്ക് റീചാർജ് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല 1000 റുപ്പീസിന് റീചാർജ് ചെയ്യാവുന്ന. അപ്പോൾ 1000 രൂപയ്ക്ക് റീചാർജ് പറയുമ്പോൾ 1180 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത്, ടാക്സ് ഉൾപ്പെടെ. അപ്പോൾ നമുക്ക് ഈ 1000 രൂപയ്ക്ക് ഇവിടെ കളിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം എന്ത് കയറണമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം നടക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിലെല്ലാം മാക്സിമം എല്ലാത്തിലും കയറിയിട്ടുണ്ട്. പിന്നെ നോർമലി വണ്ടർലയിലും കാര്യങ്ങളിലൊക്കെ പോകുമ്പം ഇപ്പം ഈ വണ്ടർലയിൽ ഈ സെയിം നമ്മുടെ ഈ ഫണ്ടൂരയുടെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യം ഇതിലാണ് കയറിയത്. അവർ ബെൽറ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലൊരു ബസറുണ്ട്, അത് പോയി പ്രസ് ചെയ്യണം. പക്ഷേ കുഞ്ഞുങ്ങൾക്കൊന്നും അങ്ങനെ അത്രയും ദൂരെ പോയി, നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളൊന്നും അത്രയും ദൂരെ പോയിട്ട് അത് ബസർ അമർത്തില്ല. എന്നാലും മാക്സിമം അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കയറി. നമ്മളവിടെ ചെല്ലുമ്പം തന്നെ നമുക്ക് അവർ ഒരു സോക്സ് തരും, നമ്മൾ അതിട്ട് വേണം കയറാൻ. കാരണം അതിങ്ങനെ ഗ്രിപ്പുള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ അതാന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു തെന്നിപ്പോകുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത കാർ റേസിങ്ങിന് വേണ്ടി വന്നേക്കാണ്. അപ്പോൾ അത് പേയ്മെൻറ്റൊക്കെ ചെയ്തു. അവിടെ കാർ റേസിങ്ങിന് കയറിയിരിക്കുകയാണ്. അവിടുത്തെ മാക്സിമം എല്ലാം ആവശ്യത്തിന് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ തന്നെ നടക്കുകയാണ്, അവൻ ഓരോ ഇതിലും കയറുന്ന കണ്ടിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്തത് ഇത് ബോൾ എറിഞ്ഞ് നമ്മളിത് വീഴ്ത്തില്ലേ, അതാണ്. അപ്പോൾ കുഞ്ഞെല്ലാം തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും നമുക്ക് ടിക്കറ്റും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ടിക്കറ്റ്സിന് പകരം നമുക്ക് അതിൽ സ്കോർ ആഡ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കാർഡിലേക്ക് സ്കോർ ആഡ് ആകും. ഇത് മറ്റേ നമ്മൾ പാവക്കുട്ടിയും ചോക്ലേറ്റും പിക്ക് ചെയ്തെടുക്കില്ലേ, അപ്പം പാവയെ നമുക്ക് എടുക്കാൻ പറ്റില്ല. 2 പ്രാവശ്യം ട്രൈ ചെയ്തു. പക്ഷേ ചോക്ലേറ്റ് ഒറ്റ പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ തന്നെ കുഞ്ഞിന് 2 എണ്ണം കിട്ടി. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ഒരു ക്യൂരിയോസിറ്റി കൂടെ ഇങ്ങനെ എടുക്കാൻ തുടങ്ങുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾക്ക് 2 എണ്ണം കിട്ടി. അടുത്തത് JCB ഇപ്പുറത്തുനിന്ന് ബോളെടുത്ത് കളക്ട് ചെയ്തിട്ട് അപ്പുറത്തോട്ട് ഇടണം. അതാണ് അതിൻ്റെ ടാസ്ക് വരുന്നത്. അങ്ങനെ മാക്സിമം കുറേ എണ്ണത്തിലേക്ക് കയറി എല്ലാ വീഡിയോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവിടുന്ന് ജ്യൂസ് എടുക്കണം. നമ്മൾ പേയ്മെൻറ്റ് ഇതുകൂട്ട് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്തിട്ട് നമുക്കങ്ങനെ ജ്യൂസ് എടുക്കാൻ പറ്റും. അത് മെട്രോ സ്റ്റേഷനിലുള്ളതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചുള്ള ടിക്കറ്റ് എടുത്തു. എന്നിട്ട് നമുക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഇവിടെ സ്കാൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ തിരിച്ചുള്ള ടിക്കറ്റ് എടുത്തു. നമുക്കിനി ഫുഡ് കഴിക്കണം. ആ ഫുഡ് കഴിക്കാൻ എവിടെ കയറണമെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അവൻ്റെ മെക്ഡൊണാൾഡ്സിൽ തന്നെ പിസ്സ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. നമ്മൾ പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി പിസ്സ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. 10 to 15 മിനിറ്റ്സ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ആവശ്യം ഈ ദിവസം ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം മറ്റൊരു ദിവസമായി വീണ്ടും കാണാം. ബൈ ബൈ.